വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 58 വരെയുള്ള തിരുവചനങ്ങൾ. യേശു വീട്ടിൽ നിന്നും പുറപ്പെട്ട് തടാകതീരത്ത് ഉപവിഷ്ടനായി. ഒരു വൻ ജനാവലി തനിക്ക് ചുറ്റും തിങ്ങിക്കൂടുന്നത് കണ്ട് അദ്ദേഹം ഒരു വള്ളത്തിൽ കയറി അവിടെ ഇരുന്നു. ജനാവലി മുഴുവൻ കരയിൽ നിന്നു. യേശു സാദൃശ്യ കഥകളിലൂടെ അനേകം കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അത് ഇപ്രകാരമായിരുന്നു. ഒരിക്കൽ ഒരു കർഷകൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയോരത്ത് വീണു. അത് പക്ഷികൾ വന്ന് കൊത്തിത്തിന്നു. ചിലത് പാറയുള്ള സ്ഥലങ്ങളിൽ വീണു. അവിടെ അധികം മണ്ണില്ലായിരുന്നു. ആഴത്തിൽ മണ്ണ് ഇല്ലായിരുന്നതിനാൽ വിത്ത് വേഗം മുളച്ചു വന്നു. എന്നാൽ സൂര്യകിരണമേറ്റപ്പോൾ അത് വരണ്ടു. ആഴത്തിൽ വേരില്ലായിരുന്നതിനാൽ കരിഞ്ഞുപോയി. കുറേ വിത്തുകളാകട്ടെ മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ പെട്ടെന്നുയർന്ന് ചെടികളെ ഞെരുക്കിക്കളഞ്ഞു. എന്നാൽ കുറേ വിത്തുകൾ നല്ല നിലത്ത് വീണു. 100, 50, 30 മടങ്ങ് വിളവ് നൽകി. ചെവിയുള്ളവരെല്ലാം കേട്ട് ഗ്രഹിക്കട്ടെ. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, അങ്ങ് ജനത്തോട് സാദൃശ്യ കഥകളിലൂടെ മാത്രം സംസാരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി യേശു അവരോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവർക്കോ അത് നൽകപ്പെട്ടിട്ടില്ല. ഉള്ളവർക്ക് അധികം നൽകപ്പെടും, സമൃദ്ധമായും നൽകപ്പെടും. എന്നാൽ ഇല്ലാത്തവരിൽ നിന്ന് അവർക്കുള്ള അല്പം കൂടി എടുത്തു കളയും. അവർ നോക്കുന്നുവെങ്കിലും കാണുന്നില്ല. അവർ കേൾക്കുന്നെങ്കിലും ശ്രദ്ധിക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. ഇതുകൊണ്ടാണ് ഞാൻ ജനത്തോട് സാദൃശ്യ കഥകളിലൂടെ സംസാരിക്കുന്നത്. ഇവരെക്കുറിച്ചുള്ള യേശയ്യാ പ്രവാചകൻ്റെ പ്രവചനം ഇപ്രകാരം നിർവൃതിയായിരിക്കുന്നു. നിങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും, എന്നാൽ ഒരിക്കലും ഗ്രഹിക്കുകയില്ല. നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും, എന്നാൽ ഒരിക്കലും മനസ്സിലാക്കുകയില്ല. ഈ ജനത്തിൻ്റെ ഹൃദയം തഴമ്പിച്ചിരിക്കുന്നു. അവർ തങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുന്നതേയില്ല. അവർ കണ്ണുകൾ അടച്ചിരിക്കുന്നു. അങ്ങനെയല്ലായിരുന്നെങ്കിൽ അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ചെവികൾ കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും ചെയ്തിട്ട് അവർ മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സൗഖ്യമാക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ നിങ്ങളുടെ കാഴ്ചയുള്ള നേത്രങ്ങളും കേൾവിയുള്ള കാതുകളും അനുഗ്രഹിക്കപ്പെട്ടവ. അനേകം പ്രവാചകന്മാരും നീതിനിഷ്ഠന്മാരും നിങ്ങൾ കാണുന്നത് കാണാൻ അതിയായി ആശിച്ചെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചെങ്കിലും കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു. കർഷകൻ്റെ സാദൃശ്യകതയുടെ അർത്ഥം ശ്രദ്ധിക്കുക. ഒരാൾ സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശം കേൾക്കുന്നു, പക്ഷേ അത് ഗ്രഹിക്കുന്നില്ല. അപ്പോൾ പിശാച് വന്ന് അയാളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വിത്ത് അപഹരിക്കുന്നു. ഇതാണ് വഴിയോരത്ത് വിതയ്ക്കപ്പെട്ട വിത്ത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് പ്രതിദാനം ചെയ്യുന്നത് വചനം കേൾക്കുകയും ഉടനെ തന്നെ അത് ആനന്ദത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ്. എന്നാൽ അവർക്ക് ആഴത്തിൽ വേരില്ലായകയാൽ അധികം നാൾ നിലനിൽക്കയില്ല. വചനം നിമിത്തം കഷ്ടതയോ ഉപദ്രവമോ ഉണ്ടാകുമ്പോൾ അവർ വേഗം വിശ്വാസം ത്യജിച്ചു കളയുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ട വചനം കേൾക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ജീവിതത്തിലെ അനുകൂലതകളും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കി ഫലശൂന്യമാക്കി തീർക്കുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 100, 60, 30 മടങ്ങ് വിളവ് നൽകുകയും ചെയ്യുന്നു. യേശു മറ്റൊരു സദൃശകഥ അവരോട് പറഞ്ഞു. തൻ്റെ വയലിൽ നല്ല വിത്ത് വിതച്ച ഒരു കർഷകനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. എന്നാൽ എല്ലാവരും ഉറങ്ങുമ്പോൾ തൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് പൊയ്ക്കളഞ്ഞു. വിത്ത് പൊട്ടിമുളച്ച് ചെടി വളർന്നു. കതിരിട്ടപ്പോൾ കളയെയും കാണപ്പെട്ടു. വേലക്കാർ ഉടമസ്ഥൻ്റെ അടുക്കൽ വന്ന്, യജമാനനെ, അങ്ങ് നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാണ്, അദ്ദേഹം ഉത്തരം പറഞ്ഞു. വേലക്കാർ അദ്ദേഹത്തോട്, ഞങ്ങൾ ചെന്ന് കള പറിച്ചു കൂട്ടട്ടെയോ എന്ന് ചോദിച്ചു. യജമാനൻ അവരോട് പറഞ്ഞു, പാടില്ല. നിങ്ങൾ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും. കൊയ്ത്തുവരെ രണ്ടും ഒന്നിച്ചു വളരട്ടെ. വിളവെടുപ്പിന് സമയമാകട്ടെ.
അന്ന് ഞാൻ കൊയ്ത്തുകാരോട് ആദ്യം കളകൾ പറിച്ച് ചുട്ടുകളയേണ്ടതിന് കട്ടകളായി കെട്ടുക, പിന്നെ ഗോതമ്പ് ശേഖരിച്ച് തൻ്റെ കളപ്പുരയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയും. യേശു അവരോട് മറ്റൊരു സാദൃശ്യകഥ പറഞ്ഞു. സ്വർഗരാജ്യത്തെ ഒരു കർഷകൻ തൻ്റെ പുരയിടത്തിൽ നട്ട ഒരു കഴുകുമണിയോട് ഉപമിക്കാം. അത് എല്ലാ വിത്തുകളിലും ചെറുതെങ്കിലും വളർന്ന് തോട്ടത്തിലെ ചെടികളിൽ ഏറ്റവും വലിയ ഒരു വൃക്ഷമായി ആകാശത്തിലെ പക്ഷികൾ വന്ന് അതിൻ്റെ ശാഖകളിൽ കൂടുവയ്ക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പിന്നെയും അവരോട് വേറൊരു സദൃശകഥ പറഞ്ഞു. സ്വർഗരാജ്യം 3 പറ മാവ് മുഴുവൻ പുളിച്ച് പൊങ്ങുവാനായി അതിൽ ഒരു സ്ത്രീ ചേർത്തുവെച്ച പുളിപ്പിന് സമാനം. യേശു ജനക്കൂട്ടത്തോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചത് സാദൃശ്യ കഥകളിലൂടെയാണ്. സാദൃശ്യ കഥകളിലൂടെ അല്ലാതെ അദ്ദേഹം പൊതുജനത്തോട് ഒരു കാര്യവും സംസാരിച്ചില്ല. സാദൃശ്യ കഥകൾ സംസാരിക്കാൻ ഞാൻ വായ് തുറക്കും, ലോകാരംഭം മുതൽ നിഗൂഢമായിരിക്കുന്നവ ഞാൻ വിളംബരം ചെയ്യും എന്ന് പ്രവാചകനിലൂടെ അരുളി ചെയ്തത് ഇങ്ങനെ നിറവേറി. അതിനുശേഷം ജനക്കൂട്ടത്തെ യാത്ര അയച്ച ശേഷം യേശു ഭവനത്തിലേക്ക് പോയി. ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന്, വയലിലെ കളയുടെ സാദൃശ്യകഥ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാമോ എന്ന് ചോദിച്ചു. യേശു അതിനുത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ നല്ല വിത്ത് വിതയ്ക്കുന്ന കർഷകനാണ്. വയൽ ലോകവും. നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ പിശാചിൻ്റെ പുത്രന്മാരുമാകുന്നു. കള വിതയ്ക്കുന്ന ശത്രു പിശാച് തന്നെ. വിളവെടുപ്പ് യുഗാവസാനം. കൊയ്ത്തുകാർ ദൈവദൂതന്മാർ ആകുന്നു. കളകൾ പിഴുതെടുത്ത് അഗ്നിക്കിരയാക്കുന്നത് പോലെ യുഗാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ നിയോഗിക്കും. അവർ അദ്ദേഹത്തിൻ്റെ രാജ്യത്തു നിന്ന് പാപകാരണമായ സകലതും അധർമ്മം പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഉന്മൂലനം ചെയ്യും. അവർ അവരെ കത്തിയൊലിക്കുന്ന അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയും. അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടാവും. അപ്പോൾ നീതിഷ്ഠർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവരെല്ലാം കേട്ട് ഗ്രഹിക്കട്ടെ. എല്ലാത്തരം മത്സ്യത്തെയും പിടിക്കാനായി തടാകത്തിൽ ഇറക്കിയ ഒരു വലയോട് സ്വർഗരാജ്യത്തെ ഓർമ്മിക്കാം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയിലേക്ക് വലിച്ചടുപ്പിച്ചു. അവർ ഇരുന്ന് നല്ല മത്സ്യം കുട്ടകളിൽ ശേഖരിക്കുകയും ചീഞ്ഞവ എറിഞ്ഞു കളയുകയും ചെയ്യും. യുഗാന്ത്യത്തിലും ഇതുപോലെ തന്നെ സംഭവിക്കും. ദൂതന്മാർ വന്ന് നീതിഷ്ഠർക്കിടയിൽ നിന്ന് ദുഷ്ടരെ വേർതിരിച്ച് കത്തിയൊലിക്കുന്ന അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയും. അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടാകും. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചുവോ? യേശു ശിഷ്യന്മാരോട് ചോദിച്ചു. ഗ്രഹിച്ചു കർത്താവേ എന്നവർ ഉത്തരം പറഞ്ഞു. ഈ സാദൃശ്യ കഥകൾ പറഞ്ഞതിന് ശേഷം യേശു അവിടെ നിന്നും യാത്രയായി സ്വന്തം പട്ടണത്തിലെത്തി. അവരുടെ പള്ളിയിൽ വെച്ച് ജനത്തെ ഉപദേശിക്കാൻ തുടങ്ങി. ഈ ജ്ഞാനവും അത്ഭുത ശക്തികളും ഇയാൾക്ക് എവിടുന്ന് ലഭിച്ചു? അവർ ആശ്ചര്യപ്പെട്ടു. ഇയാൾ ആ മരപ്പണിക്കാരൻ്റെ മകനല്ലേ? ഇയാളുടെ മാതാവിൻ്റെ പേര് മറിയ എന്നല്ലേ? യാക്കോബ്, യോസയ, ശിമോൻ, യൂദ എന്നിവർ ഇയാളുടെ സഹോദരന്മാരല്ലേ? ഇയാളുടെ സഹോദരിമാരും നമ്മോടൊപ്പം ഉണ്ടല്ലോ. പിന്നെ ഇതെല്ലാം ഇയാൾക്ക് എവിടെ നിന്നും ലഭിച്ചു എന്ന് അവർ ചോദിച്ചു. യേശുവിനെ അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ യേശു അവരോട് പറഞ്ഞു, ഒരു പ്രവാചകൻ ആദരണീയനല്ലാത്തത് സ്വന്തം പട്ടണത്തിലും സ്വന്തം ഭവനത്തിലും മാത്രമാണ്. അവരുടെ വിശ്വാസരാഹിത്യം നിമിത്തം യേശു അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആമേൻ.